ഡിസ്കസ് ചെയ്യുന്നത് 11ാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് ടെക്സ്റ്റിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയം എന്നൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു. ഇക്വിലിബ്രിയം ശരിക്കും രണ്ട് പാർട്ടാണ്: കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയമാണ്. ഓക്കെ, അപ്പോൾ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക കെമിക്കൽ ഇക്വിലിബ്രിയം. ഞാൻ ആദ്യം ഇക്വിലിബ്രിയം എന്താണ്, സന്തുലനം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ഏതവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിനെ കുറിച്ചൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഒരു റിയാക്ഷൻ വെസൽ എടുക്കുക. ഒരു റിയാക്ഷൻ വെസലിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ അയോഡിൻ വേപ്പറും മിക്സ് ആക്കുക. ഹൈഡ്രജൻ കളർലെസ് ആണ്, അയോഡിൻ വയലറ്റ് കളറുള്ള ഗ്യാസാണ്. മോൾ കൺസെപ്റ്റ് അനുസരിച്ച് ഹൈഡ്രജനും അയോഡിനും റിയാക്ട് ചെയ്താൽ HI ഉണ്ടാവും. ഇത് 1 മോൾ ഹൈഡ്രജൻ, ഇത് 1 മോൾ അയോഡിൻ റിയാക്ട് ചെയ്താൽ 2 മോൾ HI ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റ് 1 മോൾ ഹൈഡ്രജനും 1 മോൾ അയോഡിനും എടുത്തത്. അപ്പോൾ ഈ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ഓരോ റിയാക്ഷൻ ഓരോ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുക, കേട്ടില്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത്, ടെമ്പറേച്ചർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ കൺസ്യൂം ചെയ്യും, അയോഡിൻ കൺസ്യൂം ചെയ്യും. ഏതുണ്ടാവും? ഹൈഡ്രജൻ അയോഡിൻ ഉണ്ടാവും അല്ലേ. ഹൈഡ്രജൻ എത്രയാണോ ഉള്ളത് അത് തീർന്നു പോകാം, അയോഡിൻ തീർന്നു പോകാം, HI മുഴുവനായിട്ട് HI ആയി മാറും. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് വെസലിലാണ്. ക്ലോസ്ഡ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനർജി എക്സ്ചേഞ്ച് ചെയ്യും, പക്ഷേ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് വെസലിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഹൈഡ്രജൻ കളറില്ല എങ്കിലും അയോഡിൻ്റെ വയലറ്റ് കളർ ഉണ്ടായതുകൊണ്ട് ഈ റിയാക്ഷൻ വെസൽ മൊത്തം നോക്കിയാൽ നമുക്ക് വയലറ്റ് കളറിലേ കാണുക. ഇനി റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജനും തീർന്നു പോകും, അയോഡിനും തീർന്നു പോകും. പക്ഷേ ഹൈഡ്രജൻ തീർന്നു പോകുന്നത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് മനസ്സിലാവില്ല? ഹൈഡ്രജൻ കളർലെസ് ആണ്. അയോഡിൻ തീർന്നു പോകുമ്പോൾ അതിൻ്റെ വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കുറഞ്ഞുകൊണ്ടേ വരും അല്ലേ. അപ്പോൾ അവസാനമാകുമ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 മോൾ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്ത് 1 മോൾ അയോഡിനുമായി റിയാക്ട് ചെയ്താൽ 2 മോൾ HI ഉണ്ടാവില്ലേ. HI കളർലെസ് ആണ്. അപ്പോൾ നമ്മളെന്താ എല്ലാവരും പ്രതീക്ഷിക്കുക? HI ഉണ്ടാവും. അപ്പോൾ കളർലെസ്സായ HI ഉണ്ടാവും അല്ലേ പ്രതീക്ഷിക്കുക. അപ്പോൾ റിയാക്ഷൻ വെസൽ നമ്മൾ അവസാനം എന്ത് പ്രതീക്ഷിക്കും? കളറില്ലാത്തൊരവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടേ വരും. പക്ഷേ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ ആ റിയാക്ഷൻ എത്ര സമയം അതേപോലെ പിന്നെ കീപ്പ് ചെയ്താലേ ആ റിയാക്ഷൻ വെസലിൽ കുറച്ച് വയലറ്റ് കളർ ഉണ്ടാവും. മനസ്സിലായോ? ആ വയലറ്റ് കളറിൻ്റെ അതിൽ മാറ്റം വരാത്തൊരവസ്ഥ വരും. അങ്ങനെ സംഭവിക്കേണ്ടതല്ലല്ലോ. കാരണം നമ്മൾ 1 മോൾ ഹൈഡ്രജൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ 1 മോൾ അയോഡിൻ എടുത്തതല്ലേ അല്ലേ. അതായത് 1 മോൾ അയോഡിൻ മുഴുവൻ റിയാക്ട് ചെയ്യാൻ 1 മോൾ ഹൈഡ്രജൻ എടുത്തതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ ആ അവസ്ഥ എപ്പോഴാണോ വന്നത് അത് മുതൽ അവിടെ ആ അവസ്ഥ വരുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള റിയാക്ഷൻ്റെ പ്രത്യേകത, ഹൈഡ്രജനും അയോഡിനും റിയാക്ട് ചെയ്ത് HI ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ പഠിച്ചത്. ഹൈഡ്രജനും അയോഡിനും റിയാക്ട് ചെയ്ത് HI ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് വിളിക്കും ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് HI ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രജനും അയോഡിനും ഉണ്ടാകുന്ന റിയാക്ഷനെ നമ്മളെന്ന് വിളിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ ഈ വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയി നമ്മൾ പറഞ്ഞില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ സംഭവിച്ചത്. അപ്പോൾ എന്താ ഐഡിയ വെച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്ന സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാകുന്ന HI കുറച്ച് HI H2I2 ആയി മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനമാകുമ്പോൾ എപ്പോഴാണോ വയലറ്റ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയത് ആ സമയം മുതൽ H2ഉം I2ഉം HI ആകുന്ന അതേ വേഗതയിൽ HI തിരിച്ച് H2I2 ആയി മാറുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗതയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ വേഗതയും എന്താവുന്നു? തുല്യമാവുന്നു. മനസ്സിലായോ? ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗതയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ വേഗതയും എന്താവുന്നു? തുല്യമാവുന്നു. ആ തുല്യമാകുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എടുത്ത റിയാക്റ്റൻസ് മുഴുവൻ പ്രോഡക്റ്റായി മാറില്ല. ഇവിടെ ഏതാ മുഴുവൻ പ്രോഡക്റ്റായി മാറാത്തത്? അയോഡിൻ മുഴുവൻ പ്രോഡക്റ്റ് ആയിട്ടില്ല, അതുപോലെ തന്നെ ഹൈഡ്രജനും മുഴുവൻ പ്രോഡക്റ്റ് ആയിട്ടില്ല. മനസ്സിലായോ?
അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഉടനെ എന്ത് പറയും? അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്ന് പറയില്ലേ? അപ്പോൾ ഇതിൽ സംഭവിക്കാൻ പാടില്ലാത്തല്ലേ സംഭവിച്ചത്? അപ്പോൾ നമ്മൾ എന്താ പറയുക? ഈ റിയാക്ഷൻ അവസാനിച്ചു എന്ന് വിചാരിക്കും. മനസ്സിലായോ? പക്ഷേ ഈ റിയാക്ഷൻ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. എങ്ങനെ മനസ്സിലാക്കാം? ഈ റിയാക്ഷൻ വെസൽ എപ്പോഴാണോ ഇൻറ്റൻസിറ്റി ഓഫ് വയലറ്റ് കളർ സ്ഥിരമായത്, ആ സ്ഥിരമായ സമയത്ത് ആ വെസലിൽ നിന്ന് ഈ റിയാക്ഷൻ വെസലിൽ നിന്ന് ഈ ഗ്യാസ് പുറത്തേക്ക് എടുത്തിട്ട് അത് കെമിക്കലായിട്ട് അനലൈസ് ചെയ്താൽ അതിൽ ഏതിൻ്റെയൊക്കെ സാന്നിധ്യം കാണാൻ പറ്റും? ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും സാന്നിധ്യം കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് കാണിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് അവിടെ റിയാക്ഷൻ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. മാത്രമല്ല റിയാക്ടൻസ് മുഴുവൻ എന്തായി മാറിയിട്ടില്ല? പ്രോഡക്റ്റായി മാറിയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി കോൺസ്റ്റൻ്റ് ആവും. ഇവിടെ ഏതാ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടി. ഇവിടെ കളറല്ലേ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയായി മാറുന്നത്? മനസ്സിലായോ? ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി കോൺസ്റ്റൻ്റ് ആവും. മനസ്സിലായോ? ഓരോ റിയാക്ഷനിൽ ഓരോന്നാണ്. അതുപോലെ തന്നെ ചില റിയാക്ഷനിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആവും, ചില റിയാക്ഷനിൽ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആവും. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. മനസ്സിലായോ? ഇനി ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും റിയാക്ടൻസ് മുഴുവൻ എന്തായി മാറില്ല? പ്രോഡക്റ്റായി മാറില്ല. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഈ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്? ആരൊക്കെ തമ്മിലുണ്ടാകുന്നത്? ഉണ്ടാകുന്ന പ്രോഡക്റ്റും ബാക്കി വരുന്ന റിയാക്ടൻസും. അപ്പോൾ എല്ലാവരും പഠിച്ചില്ലേ? ആരൊക്കെ തമ്മിലാണ് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്? റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റും ബാക്കി വരുന്ന റിയാക്ടൻസും. മനസ്സിലായോ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇക്വിലിബ്രിയം ഡൈനാമിക്കാണ്. എന്താ ഡൈനാമിക് ആണെന്ന് പറഞ്ഞാൽ? ഡൈനാമിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ചില നടന്മാരൊക്കെ ഡൈനാമിക്കാണ് എന്ന് പറഞ്ഞാൽ എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയില്ലേ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സയൻസ് ഡൈനാമിക്കാണ്, അതുപോലെ ഇക്വിലിബ്രിയം ഡൈനാമിക്കാണ്. അത് ഡൈനാമിക്കാണെന്ന് പറഞ്ഞാൽ ഓൾവേസ് ചേഞ്ചിങ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ എപ്പോഴും ചേഞ്ച് ചെയ്യുമോ? അപ്പോൾ ഒരാളുടെ കാലത്ത് എന്ത് നടന്നു എന്ന് പറഞ്ഞാൽ ആ നടന്നതല്ലാതെ മാറുമോ? ഇല്ല. പക്ഷേ സയൻസ് ആണെങ്കിലോ ഡൈനാമിക്കാണ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്താണ്? ഡൈനാമിക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയം ഡൈനാമിക്കാണെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. മനസ്സിലായോ? ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ആ രണ്ട് ഡയറക്ഷനിലും ഒരേ വേഗതയിൽ നടന്നുകൊണ്ടേയിരിക്കും. ക്ലിയറായി പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കുക. എല്ലാവരും എഴുതിയേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം. Characteristics of equilibrium. Characteristics of equilibrium. ഇതില്ലേ അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതുക. ഫസ്റ്റ് പോയിന്റ്, at equilibrium rate of forward reaction is equal to rate of backward reaction. Rate of forward reaction is equal to rate of backward reaction. രണ്ടാമത്തെ പോയിന്റ് എഴുതുക. Chemical equilibrium is established between the products formed and the reactants left unreacted. The products formed and the reactants left unreacted. അടുത്ത പോയിന്റ് എഴുതുക. At equilibrium one of the macroscopic property of the system ഇതിലെ one of the macroscopic property of the system, like intensity of color, pressure, density, etc. Pressure, density, etc. remains constant. അടുത്ത പോയിന്റ് എഴുതുക. Equilibrium is dynamic in nature.
Equilibrium is dynamic in nature. Equilibrium is dynamic in nature. This is because a reaction never stops at equilibrium. A reaction never stops at equilibrium. A reaction never stops at equilibrium. It takes place to the forward and backward reaction. It takes place to the forward and backward reaction to the same extent. It takes place to the forward and backward reaction to the same extent. It takes place to the forward and backward reaction to the same extent. Okay. ഇനി രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഹോമോജീനസ് ഇക്വിലിബ്രിയം, ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. അപ്പോൾ എല്ലാവരും എഴുതിയ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഒന്ന് ഹോമോജീനസ് ഇക്വിലിബ്രിയം, ഒന്ന് ഹോമോജീനസ് ഇക്വിലിബ്രിയം. ഹോമോജീനസ് ഇക്വിലിബ്രിയം. ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഏതാണ് ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്റ്റും ഒരേ ഫേസിലായിരിക്കണം. റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരേ ഫേസിലായിരിക്കണം. മനസ്സിലായോ? അതായത് റിയാക്റ്റൻസ് ഗ്യാസ് ആണെങ്കിൽ പ്രോഡക്റ്റും ഗ്യാസ് ആയിരിക്കണം. അപ്പോൾ നമ്മളതിനെ ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഉദാഹരണത്തിന് N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗീവ്സ് 2NH3 ഗ്യാസ്. ഇതാണ് റിയാക്ഷൻ, ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇതാണെന്ന് വിചാരിക്കാം. ഇക്വിലിബ്രിയം ഏറോ മാർക്ക് അറിയാലോ. ഇതാണ് ഇക്വിലിബ്രിയം. ഇതിൽ ഇതും ഗ്യാസാണ്, ഇതും ഗ്യാസാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ ഹെറ്ററോജീനസ് ആയി. മനസ്സിലായോ? അപ്പോൾ എന്താ ഇൻ ഹോമോജീനസ് ഇക്വിലിബ്രിയം റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ സെയിം ഫേസ്. തിരിച്ച് ഇൻ ഹോമോജീനസ് ഇക്വിലിബ്രിയം reactants and products are in same phase. Reactants and products are in same phase. Reactants and products are in same phase. അതിലെ എക്സാമ്പിൾ N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. എഴുതിയല്ലോ. ഇനി രണ്ടാമത്തെ ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. ഹെറ്ററോ HETERO ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്താലേ കാൽസ്യം കാർബണേറ്റ് സോളിഡാണ്. ഇത് നമ്മൾ ചൂടാക്കുന്നു. കാൽസ്യം ഓക്സൈഡ് സോളിഡാണ്, പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ ഇതിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരേ ഫേസ് ആണോ? അല്ല. ഇത് ഒരു ഗ്യാസ് ഉണ്ട്, ബാക്കി രണ്ട് സോളിഡാണ്. ഏതെങ്കിലും ഒന്ന് മാറിയാൽ എന്തായി മാറി? ഹെറ്ററോജീനസ് ആയി. അപ്പോൾ ഇൻ ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ നോട്ട് ഇൻ സെയിം ഫേസ്. കേട്ടോ? ഇത് ഇൻ ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം ദി റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ നോട്ട് ഇൻ സെയിം ഫേസ്. അങ്ങനെ എഴുതിയാലും എല്ലാം മാറണം എന്നില്ല. ഇവിടെ ഒരു സോളിഡ് ഉണ്ട്, അതുപോലെ കാര്യമില്ല. എല്ലാം ഏതെങ്കിലും ഒന്ന് മാറി കഴിഞ്ഞാൽ ഹെറ്ററോജീനസ് ആയി. കേട്ടോ? എക്സാമ്പിൾ CaCO3 solid gives CaO solid plus CO2 gas. CaCO3 solid gives CaO solid plus CO2 gas. അതിലെ CaCO3 solid gives CaO solid plus CO2 gas. ഓക്കെ. ഇനി നമ്മൾ ഈ ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വിലിബ്രിയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഗവേൺ ചെയ്യുന്നത് ഒരു നിയമത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതിന് നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയും. ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ. ഞാൻ ആ ലോ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ? എല്ലാവരും ആ നിയമം എഴുതി വെക്കുക. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ at constant temperature rate of a chemical reaction
at constant temperature rate of a chemical reaction is at constant temperature rate of a chemical reaction is directly proportional to rate of a chemical reaction is directly proportional to product of the molar concentrations of the reactants. Product of the molar concentrations of the reactants. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ എല്ലാവരും എഴുതിയല്ലോ. എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഒന്നുകൂടെ നോക്കൂ. അത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ rate of a chemical reaction is directly proportional to product of the molar concentrations of the reactants. ഓക്കെ, ഇനി നമ്മൾ ആ നിയമം എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയാൽ എല്ലാവരും ഇതാണ് റിയാക്ഷൻ എടുക്കുക. N2 gas plus 3H2 gas gives 2NH3 gas. ഇതാണ് റിയാക്ഷൻ. ഇതിൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. റേറ്റ് രണ്ട് തരത്തിലുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗതയുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ വേഗതയുണ്ട്. രണ്ടിനും ലോ ഓഫ് മാസ് ആക്ഷൻ അപ്ലൈ ചെയ്യാം. ആദ്യം ഞാൻ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എഴുതുകയാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ RF എന്ന് എഴുതും. ആ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഏതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്? പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദി പ്രോഡക്ട്സ്. അതെന്താ അർത്ഥം? മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്റർ, അതിൻ്റെ പ്രോഡക്റ്റിന്. അപ്പോൾ N2 ഇൻറ്റു H2 വരും. പക്ഷേ H2 എത്ര H2 ആണ്? 3H2 എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? H2 + H2 അപ്പോൾ നമുക്ക് 3H2 നമ്മളിപ്പോൾ എഴുതുമ്പോൾ H2 എഴുതെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ N2 ഇൻറ്റു H2 അത് നമ്മൾ എന്ത് എഴുതിയാൽ മതി? N2. ഇനി N2 എന്നിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കും? ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ പൊതുവേ മോളാർ കോൺസെൻട്രേഷൻ വായിക്കും. എന്ത് വായിക്കുക? മോളാർ കോൺസെൻട്രേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാരിറ്റി. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ N2. ഇനി ഇവിടെ +3H2 ആണെങ്കിലും ഇവിടെ എന്താ വരിക? H2⁻3 ഇൻറ്റു ആണേ. ഇവിടെ ഇൻറ്റു എന്തുകൊണ്ട്? പ്രോഡക്റ്റ് അല്ലേ, പ്രോഡക്റ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ N2 ഇൻറ്റു കോൺസെൻട്രേഷൻ H2⁻3. ഇത് ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗത. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ബാക്ക്വേർഡ് റിയാക്ഷനിൽ ഏതാ റിയാക്റ്റൻറ്റ്? ബാക്ക്വേർഡ് റിയാക്ഷനിൽ റിയാക്റ്റൻറ്റ് NH3 ആണ്. ഏതാ റിയാക്റ്റൻറ്റ്? NH3. ഇതല്ലേ പ്രോഡക്റ്റായി റിയാക്റ്റൻ്റായി മാറുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു എന്താ? NH3⁻2. ഓക്കെ, ഇനി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി നീക്കം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഴുതൂലേ. അപ്പോൾ നമുക്ക് ഇവിടെ ദെർഫോർ എന്ത് ചെയ്താൽ ഒന്നാമത്തേൽ RF ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അതിനെ KF എന്ന് എഴുതും. എന്താ എഴുതുക? കോൺസ്റ്റൻറ്റ് KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2⁻3. ഓക്കെ, ഇങ്ങനെ എഴുതും. അതേപോലെ ഇവിടെ ദെർഫോർ എന്ത് ചെയ്താൽ RB പ്രൊപ്പോർഷണൽ ടു അല്ല, RB ഈക്വൽ ടു KB ഇൻറ്റു KB എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസ്റ്റൻ്റ് ആണ്. പേര് ഞാൻ എഴുതിത്തരാം. കോൺസെൻട്രേഷൻ NH3⁻2. എല്ലാവരും എഴുതുക. അവിടെ എന്താ RF? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. RF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. RB ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എഴുതിയില്ലേ? RF ഈക്വൽ ടു റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, RB ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. KF ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. എന്താ KF? റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. KB ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി നമ്മൾ പഠിച്ചത് അറ്റ് ഇക്വിലിബ്രിയം ഏത് രണ്ടും തുല്യമായിരിക്കും? KF ഈക്വൽ ടു KB ആയിരിക്കൂലേ? അറ്റ് ഇക്വിലിബ്രിയം KF ഈക്വൽ ടു KB ആയിരിക്കും. ക്ലിയർ? അറ്റ് ഇക്വിലിബ്രിയം KF ഈക്വൽ ടു KB. KF ഈക്വൽ ടു KB അല്ല, സോറി, RF ഈക്വൽ ടു RB അല്ലേ? തെറ്റിയില്ലേ? അറ്റ് ഇക്വിലിബ്രിയം RF ഈക്വൽ ടു RB. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഏത് ലെറ്ററിൽ എഴുതാം കേട്ടോ? RF ഈക്വൽ ടു RB. അപ്പോൾ ദെർഫോർ എന്നത് RFൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? KF ഇൻറ്റു N2 ഇൻറ്റു H2⁻3 അല്ലേ? അതുപോലെ RBയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? KB ഇൻറ്റു
NH3 Kb ഇൻറ്റു NH3 ഇനി അങ്ങനെയാണെങ്കിൽ ഈ Kb ഇങ്ങോട്ടേക്ക് എടുത്തൂടെ KF ഡിവൈഡഡ് ബൈ KB ഈക്വൽ ടു എന്ത് എഴുതാ KF ബൈ KB ഈക്വൽ ടു NH3 ആ സൈഡിലുണ്ട് ഡിവൈഡ് ബൈ എന്ത് എഴുതാ N2 ഇൻറ്റു H2 കിട്ടില്ലേ? ഓക്കെ, ഞാൻ ലോ ഓഫ് മാസ് ആക്ഷനിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിവിടെ KF ബൈ KB കിട്ടില്ലേ? ആ KF ബൈ KB യെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ടിൽ എഴുതിയേ. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? എഴുതിയോ? ആൻസർ എഴുതുക. ദി റേഷ്യോ ബിറ്റ്വീൻ rate constants of forward and backward reaction. The ratio between rate constants of forward and backward reaction is called equilibrium constant. The ratio between rate constants of forward and backward reaction is called equilibrium constant. Okay, the ratio between rate constants of forward and backward reaction is called equilibrium constant. എഴുതിയില്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ KF ബൈ KB യെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് രണ്ട് തരത്തിലുണ്ട്. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷനിൽ എഴുതിയിട്ടുള്ളത് ഇനി പ്രഷറിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. മനസ്സിലായോ? പ്രഷറിൻ്റെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ KP എന്ന് പറയും. ഈ പ്രഷറിൻ്റെ ആദ്യത്തെ ലെറ്റർ P അല്ലേ? കോൺസെൻട്രേഷൻ അല്ലേ ഇവിടെ എഴുതിയിട്ടില്ല? അപ്പോൾ KC എന്നത്. അപ്പോൾ പറ എന്താണ് ഇവിടെ KF ബൈ KB ഈക്വൽ എന്താണ്? KC ആണ്. KF ബൈ KB എന്താണ്? KC. ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? പറ. KC ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3 കോൺസെൻട്രേഷൻ NH3 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഇത് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് KCയുടെ ഡെഫിനേഷൻ എഴുതാം. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC എന്ന് വെച്ചാലോ? ഇത് റേഷ്യോ അല്ലേ? ഇത് ശരിക്കും ആ റിയാക്ഷൻ ആസ് നോക്കിയാൽ പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ ദി റേഷ്യോ ബിറ്റ്വീൻ പ്രോഡക്റ്റ് ഓഫ് ദി, കാരണം NH3 ഇല്ലേ, അതുകൊണ്ട് NH3 ആയതുകൊണ്ടാണ് പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദി പ്രോഡക്ട്സ് ഡിവൈഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദി റിയാക്റ്റൻസ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയേ. വാട്ട് ഈസ് equilibrium constant KC? What is equilibrium constant KC? What is equilibrium constant KC? ഇതില്ലേ what is equilibrium constant KC എന്നിട്ട് എഴുതുക. the ratio between product of the molar concentrations of the products, the ratio between product of the molar concentrations of the products, the ratio between products of the molar concentrations of the products and product of the molar concentrations of the reactants, product of the molar concentrations of the reactants is called KC. Product of the molar concentrations of the reactants is called KC. ഇനി നിങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഡിറൈവ് an expression for equilibrium constant KC for the reaction. Derive an expression for equilibrium constant KC for the reaction. Derive an expression for equilibrium constant KC for the reaction. N2 gas plus 3H2 gas gives 2NH3 gas. N2 gas plus 3H2 gas gives 2NH3 gas. അപ്പോൾ നിങ്ങൾ എഴുതുക. according to law of mass action RF proportional to
കോൺസെൻട്രേഷൻ ഓഫ് N2. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ N2 ഇതിൽ N2 എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഏതിൻ്റെയും കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ N2 എന്നിട്ട് ഏതാണോ അത് ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആക്കിയാൽ മതി. അപ്പോൾ RF പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2/3. കോൺസെൻട്രേഷൻ N2 ഇൻറ്റു കോൺസെൻട്രേഷൻ H2/3. Therefore RF equal to Kf into concentration of N2 into concentration of H2/3. Concentration of H2/3. അടുത്ത ലൈനിൽ എഴുതുക RB proportional to concentration of NH3/2. Concentration of NH3/2. RB equal to Kb into concentration of NH3/2. Kb into concentration of NH3/2. At equilibrium RF equal to RB. അതിനിടയിൽ വേണമെങ്കിൽ എഴുതാം വാട്ട് ഈസ് RF? RF rate of forward reaction. അത് വേണമെങ്കിൽ എഴുതിക്കോ. RF is equal to rate of forward reaction. RB is equal to rate of backward reaction. Kf is equal to rate constant of forward reaction. Kf equal to rate constant of forward reaction. Kb equal to rate constant of backward reaction. At equilibrium RF equal to RB. Therefore Kf into concentration of N2 into concentration of H2/3 equal to Kb into concentration of NH3/2. Kb into concentration of NH3/2. ഇനി അടുത്ത ലൈനിൽ KF/KB equal to KB ഇങ്ങോട്ടേ കൊടുത്താൽ മതി. KF/KB equal to concentration of NH3/2 divided by concentration of N2 into concentration of H2/3. ഇനി അടുത്ത ലൈനിൽ എഴുതുക KF/KB equal to KC. C ആവാൻ കാരണം ഇവിടെ കോൺസെൻട്രേഷൻ. അടുത്തത് ഞാൻ പ്രഷറിൻ്റെ പറഞ്ഞു തരും. KF/KB equal to KC. Therefore Kc equal to concentration of NH3/2 divided by concentration of N2 into concentration of H2/3. ക്ലിയർ ആയല്ലോ? ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് ഡിറൈവ് ചെയ്യാതെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പറഞ്ഞുതരാം. എങ്ങനെയാണ്? ഓക്കെ, N2 gas plus 3H2 gas gives 2N3 gas അല്ലേ? ഈ N3 പ്രോഡക്റ്റ് വലതുവശത്താണോ ഇടതുവശത്താണോ? വലതുവശത്ത്. ആ വലതുവശത്തുള്ളതിൻ്റെ വലതുവശത്തുള്ള അമോണിയ റേസ് 2 ഡിവൈഡ് ബൈ ഇടതുവശത്തുള്ള നൈട്രജൻ N2 ഇൻറ്റു ഇടതുവശത്തുള്ള H2/3. അപ്പോൾ വലതുവശത്തുള്ളത് മുകളിൽ എഴുതുക, ഡിവൈഡ് ബൈ ഇടതുവശത്തുള്ളത് താഴെ എഴുതുക. പോരെ? അങ്ങനെ നേരിട്ടങ്ങ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ എഴുതി കൂടെ? ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതേ റിയാക്ഷൻ ഞാൻ എഴുതുന്നുണ്ട്, നോക്കൂ എല്ലാവരും. യെസ്, N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗീവ്സ് 2N3 ഗ്യാസ്. ഇതാണ് റിയാക്ഷൻ ഇരിക്കുക. ഓക്കെ, ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് ലോ ഓഫ് മാസ് ആക്ഷൻ്റെ വേറൊരു ഫോമിലാണ്. ഈ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷറാണ്. ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രഷറാണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതാത് ഗ്യാസിൻ്റെ പ്രഷർ. ഒരു ഗ്യാഷ്യസ് മിക്സ്ചറിൽ ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കും. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ലോ ഓഫ് മാസ് ആക്ഷൻ? പറ. അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ വേറൊരു ഫോം എന്താ? ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി റിയാക്റ്റൻസ്. ഓക്കെ, വേണമെങ്കിൽ അത് എഴുതിക്കോ. എന്താണ് യെസ്, ലോ ഓഫ് മാസ് ആക്ഷൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ
rate of a chemical reaction is directly proportional to product of the partial pressures of the reactants. ഇപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ നിയമപ്രകാരം റേറ്റ് ഓഫ് അല്ലേ ഫോർവേഡ് റിയാക്ഷൻ പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? ഇത് ഫോർവേഡ് റിയാക്ഷൻ ഇത് N2 വെച്ചിട്ടും അല്ലേ റിയാക്റ്റൻ്റ് അല്ലേ? അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് N2 പി ഇതിന് താഴെ N2 എഴുതി കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ N2 ആയിരിക്കും ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2⁻3. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിലോ RB പ്രപ്പോർഷണൽ ടു പറയും, അവിടെ റിയാക്റ്റിന് NH3 അല്ലേ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് NH3⁻2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് RF ഈക്വൽ ടു? RF ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് KF ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2⁻3. അപ്പോൾ ഇവിടെ രണ്ടാമത്തേൽ RB ഈക്വൽ ടു എന്ത് ചെയ്താൽ KB ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് NH3⁻2. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ പറ അറ്റ് ഇക്വിലിബ്രിയം ഏത് രണ്ടും തുല്യമായിരിക്കും? ഏത് രണ്ടും തുല്യമായിരിക്കും? KF ഈക്വൽ ടു അല്ല RF ഈക്വൽ ടു RB. therefore നമുക്ക് എന്ത് ചെയ്താൽ KF ഇൻറ്റു പ്രഷർ ഓഫ് N2 ഇൻറ്റു പ്രഷർ ഓഫ് H2⁻3 ഈക്വൽ ടു KB ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് NH3⁻2. ഇനി KF/KB എന്തായിരിക്കും? KF/KB എന്ന് പറഞ്ഞാൽ ഇവിടെ KP ആണ്, ആ P പ്രഷർ വെച്ച് വന്നുകൊണ്ടാണ്. അപ്പോൾ അല്ലേ ഇവിടെ KF/KB KP ആണ്, അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് KP ഈക്വൽ ടു എന്ത് ചെയ്താൽ KP ഈക്വൽ ടു പറ ഈ KB ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പറയാം. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് NH3⁻2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2⁻3. ഇതാണ് KP. ക്ലിയർ ആയല്ലോ അല്ലേ? ഐഡിയ കിട്ടിയല്ലോ? യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇതാ പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്രോഡക്ട്സും ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി പ്രോഡക്ട്സും ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി റിയാക്റ്റൻസ്, അതല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് എഴുതിയേ. വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP? What is equilibrium constant KP? എഴുതില്ലേ? ആൻസർ എഴുതുക. The ratio between product of the partial pressures of the products and product of the partial pressures of the reactants is called equilibrium constant KP. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുക. ഡിറൈവ് an expression for equilibrium constant KP for the reaction. N2 gas plus 3H2 gas gives 2NH3 gas. N2 gas plus 3H2 gas gives 2NH3 gas. എഴുതിയില്ലേ? എന്നിട്ട് എഴുതുക according to law of mass action RF proportional to P ഇതിന് താഴെ N2 എന്ന് എഴുതി കഴിഞ്ഞാൽ വായിക്കുക പാർഷ്യൽ പ്രഷർ ഓഫ് N2 കേട്ടോ.
RF proportional to partial pressure of N2 into, ഞാൻ ജസ്റ്റ് അങ്ങനെ പറയുന്നൊരു പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണില്ല, pressure of N2 into pressure of H2 raised to 3, pressure of N2 into pressure of H2 raised to 3. Therefore RF is equal to Kf into, therefore RF is equal to Kf into pressure of N2 into pressure of H2 raised to 3, pressure of N2 into pressure of H2 raised to 3, pressure of H2 raised to 3. അടുത്ത ലൈനിൽ എഴുതുക RB proportional to pressure of NH3 raised to 2, pressure of NH3 raised to 2. Therefore RB equal to KB into pressure of NH3 raised to 2, RB equal to KB into pressure of NH3 raised to 2. At equilibrium RF equal to RB, at equilibrium RF equal, അടുത്ത ലൈനിൽ എഴുതുക at equilibrium RF equal to RB. Therefore Kf into pressure of N2 into pressure of H2 raised to 3 equal to KB into pressure of NH3 raised to 2, KB into pressure of NH3 raised to 2. ഇനി കെ അടുത്ത ലൈനിൽ എഴുതുക, ഈ കെ ബി താഴോട്ട് കൊണ്ടുവരിക, ഈ സൈഡിലുള്ള ഭാഗം താഴേക്ക് കൊണ്ടുവരിക അപ്പുറത്തേക്ക് കേട്ടോ. അപ്പോൾ കെ എഫ് ബൈ കെ ബി ഈക്വൽ ടു അല്ലേ, ഒരു സ്റ്റെപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട്, അത് വേറെ തന്നെ എഴുതിക്കോ, എന്നിട്ട് എഴുതിയാൽ മതി അടുത്ത സ്റ്റെപ്പ് കേട്ടോ. കെ എഫ് ബൈ കെ ബി ഈക്വൽ ടു എന്താ കിട്ടുക, ആ സ്റ്റെപ്പ് എഴുതാൻ വിട്ടുപോയി, പറയും. കെ എഫ് ബൈ കെ ബി ഈക്വൽ ടു പ്രഷർ ഓഫ് NH3 raised to 2 ഡിവൈഡ് ബൈ ഏത്, pressure of N2 into pressure of H2 raised to 3. അടുത്ത ലൈനിലാണ് എഴുതേണ്ടത് KF by KB ഈക്വൽ ടു ഏതാണ്, KF by KB ഈക്വൽ ടു KP. ഓക്കെ, therefore KP ഈക്വൽ ടു എഴുതാം, therefore KP ഈക്വൽ ടു pressure of NH3 raised to 2 divided by pressure of NH3 raised to 2 divided by pressure of N2 into pressure of H2 raised to 3. അല്ലേ, pressure of NH3 raised to 2 divided by pressure of N2 into pressure of H2 raised to 3. ഇനി ഇത് ഡിറൈവ് ചെയ്യാതെ വെറുതെ KP എഴുതാൻ വേണ്ടി പറഞ്ഞ് നേരെ എഴുതിക്കൂടെ, എന്താ നോക്കിയാൽ പ്രഷർ ഓഫ് NH3 raised to 2, ഇവിടെ NH3 രണ്ട് NH3 വലതുവശത്തുണ്ട്, അപ്പോൾ NH3 raised to 2, ഇവിടെ ഒരു എത്ര N2 ഉണ്ട് ഇടതുവശത്ത് 1, അപ്പോൾ ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് N2, എത്ര H2 ഉണ്ട് ഇടതുവശത്ത് 3, അപ്പോൾ H2 raised to 3. ക്ലിയർ ആയോ, പ്രഷർ ഓഫ് H2 raised to 3 അങ്ങനെ നേരിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡയറക്റ്റായി എഴുതുമ്പോൾ അറിയേണ്ട മറ്റൊരു പോയിന്റ്, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഇക്വിലിബ്രിയത്തിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് ആ പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആ സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. ശ്രദ്ധിക്കുക, ഒരു സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ സോളിഡ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് ബൈ ഏത് സോളിഡ് ആയാലും ഞാൻ എഴുതുന്നില്ല, ഡിവൈഡഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് ബൈ വോളിയം അല്ലേ. ഇനിയോ എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സോളിഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം പറ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം. മോളിക്കുലർ മാസ് ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം അല്ലേ വരിക, വോളിയം. ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സോളിഡിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഒരു ലിക്വിഡിനോ ഒരു ഗ്യാസിനോ ഡെഫിനിറ്റ് വോളിയം ഇല്ല. മനസ്സിലായോ? ഒരു സോളിഡിനാണെങ്കിലോ ഒരു കൃത്യമായിട്ടുള്ള വോളിയം ഉണ്ട്. അതുകൊണ്ട് മാസ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് അല്ലേ ഡെൻസിറ്റി. അപ്പോൾ അതിനെ ഡെൻസിറ്റി ഓഫ് സോളിഡ് പറയും. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായതേ? ഒരു സോളിഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ആ സോളിഡിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താ കാരണം? ഒരു സോളിഡിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സോളിഡ് ബൈ വോളിയത്തിന് പകരം നമുക്ക് ഡെൻസിറ്റി ഓഫ് സോളിഡ് എഴുതി കൂടെ. അപ്പോൾ ദെർഫോർ എന്ത് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഡെൻസിറ്റി ഓഫ് സോളിഡ് ബൈ ഏത്, ഡെൻസിറ്റി ഓഫ് സോളിഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സോളിഡ്, മോളിക്കുലാർ മാസ് ഓഫ് സോളിഡ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സോളിഡിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടായതുകൊണ്ട് ഡെൻസിറ്റി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. മോളിക്കുലാർ മാസും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. മോളിക്കുലാർ മാസ് മാറിക്കൊണ്ടിരിക്കോ ഇല്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒന്നുമില്ല പറയരുതേ, കോൺസ്റ്റൻറ്റ് ബൈ കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. അപ്പോൾ അങ്ങനെയാണ് അത് കോൺസ്റ്റൻ്റ് ആയി. നമ്മൾ ഇനി ഡിറൈവ് ചെയ്യുമ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ ലാസ്റ്റിൽ ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാക്കില്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഏതിൽ വരും, ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ വരും. അതുകൊണ്ട് നമ്മൾ ആ കോൺസെൻട്രേഷൻ സോളിഡിന് വെറുതെ 1 എന്നങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതിയേ, ദി കോൺസെൻട്രേഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ടേക്കൺ ആസ് 1. ദി കോൺസെൻട്രേഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ടേക്കൺ ആസ് 1. The concentration of a solid substance at equilibrium is taken as 1. നിങ്ങൾ അറിവിന് വേണ്ടി മാത്രം എഴുതുന്നതാണ്. ഇത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡിറൈവ് ചെയ്യുന്നത് ചെയ്ത് വെക്കാം. ഡിറൈവ് ചെയ്തവർ ധരിച്ചുകൊണ്ട് കോൺസ്റ്റൻറ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ആ കോൺസ്റ്റൻറ്റ് ഏതിലേക്ക് വരും, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിലേക്ക് വരും. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥലത്ത് 1 എഴുതിയാൽ 1 എഴുതിയാൽ 1 ഇൻറ്റു എന്ന് എഴുതുന്നതും എഴുതാത്തതും ഒരേപോലെ അല്ലേ, ക്ലിയർ ആയില്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുക. റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പി ആൻഡ് കെ സി. റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പി ആൻഡ് കെ സി എഴുതിയോ. റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പി ആൻഡ് കെ സി ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻസ്. റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ പി ആൻഡ് കെ സി ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻസ്. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഒന്ന് എഴുതിക്കോ. ഒന്ന് 2SO2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് gives 2SO3 ഗ്യാസ്. 2SO2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് gives 2SO3 ഗ്യാസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ, കെ സി ഈക്വൽ ടു SO3 അല്ലേ വലതുവശത്ത് 2 എണ്ണം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് SO3 റേസ് ടു 2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഏത് ഇടതുവശത്ത് 2 SO2. അപ്പോൾ SO2 റേസ് ടു 2 ഇൻറ്റു എത്ര O2, ഒരു O2. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് O2. ഇത് കെ സി. ഇനി കെ പി ആണെങ്കിലോ, കെ പി ഈക്വൽ ടു പറഞ്ഞേ SO3 2 ഉണ്ട്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് SO3 റേസ് ടു 2 ഡിവൈഡ് ബൈ SO2 2 ഉണ്ട്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് SO2 റേസ് ടു 2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഏത് O2. ഓക്കെ, ക്ലിയർ ആയില്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, CaCO3 സോളിഡ് ഗീവ്സ്, എല്ലാവരും എഴുതിക്കോ. CaCO3 സോളിഡ് ഗീവ്സ് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോളിഡ് സബ്സ്റ്റൻസ് ഇക്വിലിബ്രിയത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരെ കെ സി ഈക്വൽ ടു ഏത് എഴുതണ്ട, CaO സോളിഡ് എഴുതണ്ട, CaCO3 സോളിഡ് താഴെ എഴുതണ്ട. അപ്പോൾ അത് രണ്ടും പോയി. അപ്പോൾ ഏത് മാത്രം, അപ്പോൾ ആൻസർ കോൺസെൻട്രേഷൻ ഓഫ് ഏത് CO2. ക്ലിയർ. ഇനി കെ പി ആണ് എഴുതെങ്കിലോ, കെ പി ഈക്വൽ ടു പറഞ്ഞേ, കെ പി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഏത് പാർഷ്യൽ പ്രഷർ ഓഫ് CO2 മാത്രം. പാർഷ്യൽ പ്രഷർ ഓഫ് ഏത് CO2 അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് CO2. ഓക്കെ, ഇനി അടുത്തത് നോക്കി എല്ലാവരും. ഇപ്പം അടുത്ത ഇക്വേഷൻ CH3 COO C2H5 plus H2O gives CH3 COOH plus C2H5OH. പറയുമ്പോൾ തന്നെ എഴുതണേ, ഇക്വേഷൻ പറഞ്ഞുതരാം. CH3 COO C2H5 plus H2O gives CH3 COOH plus C2H5OH. ഇനി ഇത് എന്താണ്, ലിക്വിഡാണ്. H2O ഏത് ലിക്വിഡാണ്, ഇത് ലിക്വിഡാണ്, എല്ലാം ലിക്വിഡാണ്. അപ്പോൾ ഇത് ഹോമോജീനസ് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഇതിന് കെ പി ഇല്ല. എന്തുകൊണ്ട് കെ പി ഇല്ല, പ്രഷർ ഏതിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്യാസിന് മാത്രം. അതുകൊണ്ട് കെ പി ഇതിന് എഴുതാൻ പറ്റില്ല, കെ പി 0 ആണ് കേട്ടില്ലേ. കെ സി എത്രയായിരിക്കും, കെ സി ഈക്വൽ ടു വലതുവശത്തുള്ളത് ബൈ ഇടതുവശത്തുള്ളത്. വലതുവശത്ത് പറഞ്ഞേ എല്ലാം ഓരോന്നല്ലേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് C3COOH ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C2H5OH
ഡിവൈഡഡ് ബൈ പറയും കോൺസെൻട്രേഷൻ ഓഫ് CH3 COO C2H5 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O ഓക്കെ. KP എഴുതണ്ട, KP 0 ആണ്. ക്ലിയർ ആയോ? ഒരെണ്ണം കൂടെ തരാം. നാലാമത്തെ എഴുതിക്കോ. CuSO4 സോളിഡ് പ്ലസ് 5H2O ഗ്യാസ് gives CuSO4 5H2O സോളിഡ് കേട്ടോ. CuSO4 5H2O സോളിഡ്. ഇവിടെ നോക്കിയേ, ഇത് ആദ്യത്തെ സോളിഡാണ്, അവസാനത്തെ സോളിഡാണ്. അപ്പോൾ നമുക്ക് ആകെ ഏത് മാത്രമേ ഉള്ളൂ? H2O ഗ്യാസ്. ലിക്വിഡ് അല്ല, ഇവിടെ H2O ഗ്യാസ് ആണ്. നോക്കണം, H2O ലിക്വിഡും ചിലപ്പോൾ ഗ്യാസ് വരും. അപ്പോൾ നേരെ Kc ഈക്വൽ ടു 1 കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 5 അല്ലേ? Kpയും അതേപോലെ തന്നെ Kp ഈക്വൽ ടു 1 പാർഷ്യൽ പ്രഷർ ഓഫ് H2O റേസ് ടു 5 കിട്ടില്ലേ? 1 പാർഷ്യൽ പ്രഷർ ഓഫ് H2O റേസ് ടു 5. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് എഴുതുക, എന്നിട്ട് നമുക്കത് ചെയ്യാം. ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc. ഇതെല്ലാവരും ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc എഴുതിയോ? ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുക, അതിന് ശേഷം എഴുതിയാൽ മതി. ആദ്യം ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നോക്കാം. ഈസ് കൺസിഡർ എന്താ, സോളിഡ് ലിക്വിഡ് അതെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് എന്താണ്, കൺസിഡർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ. നമ്മളൊരു ഗ്യാഷ്യസ് റിയാക്ഷനാണ് കൺസിഡർ ചെയ്ത് AA പ്ലസ് BB, അതായത് A സ്മോൾ ലെറ്റർ, രണ്ടാമത്തെ A ക്യാപിറ്റൽ ലെറ്റർ, B ആദ്യത്തെ സ്മോൾ ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, BB ഗീവ്സ് CC പ്ലസ് DD. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയതാണേ. ഓക്കെ, ഇനി നിങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് മാത്രം എഴുതിയാൽ മതി മക്കളെ. ഇതിൻ്റെ Kp ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എന്തായിരിക്കും KP ഈക്വൽ ടു എന്താ KP ഈക്വൽ വരില്ലേ? പറഞ്ഞോളൂ. യെസ്, പാർഷ്യൽ പ്രഷർ ഓഫ് C റേസ് ടു C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A റേസ് ടു A ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B റേസ് ടു B. ഇങ്ങനല്ലേ വരിക? ഓക്കെ, ഇനി നമ്മൾ സ്റ്റേസോമാറ്റിൽ PV ഈക്വൽ ടു NRT പഠിച്ചിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഷോർട്ട് ഫോമിൽ എഴുതി ശ്രദ്ധിക്കുക. PV ഈക്വൽ NRT ആണെങ്കിൽ P ഈക്വൽ ടു NRT ബൈ V അല്ലേ? അത് PA ആണെങ്കിൽ എന്തായിരിക്കും? PA ഈക്വൽ ടു NA ബൈ V ഇൻറ്റു RT അല്ലേ വരിക? NART ബൈ V. അപ്പോൾ NA ബൈ V ഇൻറ്റു RT. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT കിട്ടും. കോൺസെൻട്രേഷൻ A ഇൻറ്റു RT. അപ്പം ഞാൻ പറഞ്ഞു PA ഈക്വൽ ടു കോൺസെൻട്രേഷൻ A ഇൻറ്റു RT അല്ലേ? അപ്പം ഞാനിവിടെ എഴുതാം, നോക്കെല്ലാവരും. യെസ്, PA ഈക്വൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT അല്ലേ? ഓക്കെ, അപ്പോൾ PA ഈക്വൽ ടു കോൺസെൻട്രേഷൻ A ഇൻറ്റു RT ആണെങ്കിൽ വാട്ട് ഈസ് PB ഈക്വൽ ടു? ഞാൻ എഴുതുന്നതാ, PA ഈക്വൽ ടു കോൺസെൻട്രേഷൻ A ഇൻറ്റു RT. PB ഈക്വൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു RT. PC ഈക്വൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT. PD ഈക്വൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? KP ഈക്വൽ ടു പറ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT റേസ് ടു D ഡിവൈഡഡ് ബൈ
concentration of A into RT raised to A into concentration of B into RT raised to B. ഇതല്ലേ കിട്ടുക? ഇനി ഇത് നമ്മളെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഈ ആർ ടി റേസ് സി ഇവിടെ ഉണ്ട്, ആർ ടി റേസ് ഡി ഇവിടെ ഉണ്ട്. ആർ ടി റേസ് സി ഇൻറ്റു ആർ ടി റേസ് ഡീനെ ആർ ടി റേസ് സി പ്ലസ് ഡി എഴുതി കൂടെ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് സി വേറെ വരും, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ഡി വേറെ വരും. അപ്പോൾ നമ്മൾക്ക് കെ പി ഈക്വൽ ടു എന്ത് ഇക്വേഷൻ കിട്ടും? കെ പി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി സി ഇൻറ്റു സി റേസ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി കിട്ടും. ശരിയല്ലേ? ഡിവൈഡ് ബൈ സിമിലർലി എന്ത് കിട്ടും? കോൺസെൻട്രേഷൻ എ ഇൻറ്റു എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി ഓൾ റേസ് ടു എ പ്ലസ് ബി കിട്ടും. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഈ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്താണ്? കെ സി ആണ്. എന്താണ്? കെ സി. അപ്പോൾ അതിന് പകരം കെ സി കൊടുത്താൽ എന്ത് കിട്ടും? അല്ല, അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു പറ എന്തായിരിക്കും? കെ സി കിട്ടിയില്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഉണ്ട്, ഇവിടെയോ ആർ ടി റേസ് എ പ്ലസ് ബി ഉണ്ട്. ഇത് താഴെ, അത് മുകളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നാവും. അപ്പോൾ കെ പി ഈക്വൽ ടു പറ കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ആയില്ലേ? ഇനി സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ആണ് ഡെൽറ്റ എൻ. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്താണ്? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിന് നമ്മൾ ഡെൽറ്റ എൻ എഴുതും. എന്താ? ഡെൽറ്റ എൻ കേട്ടോ, ഡെൽറ്റ എൻ. അപ്പോൾ ഡെൽറ്റ എൻ മനസ്സിലായില്ലേ? യെസ്, ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടൻസ്. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ഡെൽറ്റ എൻ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. വാട്ട് ഈസ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous products minus number of moles of gaseous products minus number of moles of gaseous reactants അല്ലേ? gaseous reactants okay, number of moles of gaseous reactants. ക്ലിയർ ആയോ? ഇനി അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവസാനം കെ പി ഈക്വൽ എന്ന് കിട്ടും കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ കിട്ടിയല്ലോ? അപ്പോൾ പഠിച്ചിക്കണം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇത് നിങ്ങൾ നോക്കുക, ഞാൻ ഡിറൈവ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എന്താ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോക്കിയേ? ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം, ഡിറൈവ് എൻ എക്സ്പ്രഷൻ അല്ല, എന്താണ്? ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. Derive the relation between Kp and Kc. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എഴുതിയെടുത്തവർ ഒന്നുകൂടെ നോക്കിയാൽ മതി. എഴുതിക്കോ. കൺസിഡർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ. കൺസിഡർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ. AA plus BB gives AA plus BB gives CC plus DD. AA plus BB gives CC plus DD. അടുത്ത ലൈനിൽ എഴുതുക കെ പി ഈക്വൽ ടു പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. ഇനി ഈ നാലെണ്ണം എഴുതുക. പി എ ഈക്വൽ ടു കോൺസെൻട്രേഷൻ എ ഇൻറ്റു ആർ ടി. പി ബി ഈക്വൽ ടു concentration of B into RT. PC equal to concentration of C into RT. PD equal to concentration of D into RT. Right. Therefore, Kp equal to concentration of C into RT raised to C. C RT all raised to C. Concentration of C into RT raised to C into concentration of D into RT raised to D,
concentration of D into RT raised to D divided by concentration of A into RT raised to A, concentration of A into RT raised to A into concentration of B into RT raised to B, concentration of B into RT raised to B. Okay, concentration of B into RT raised to B. ഇനി അടുത്ത ലൈനിൽ എഴുതുക Kp equal to concentration of C raised C into concentration of D raised to D into C raised C into D raised D into RT raised to C plus D, RT raised to C plus D divided by concentration of A raised to A into concentration of B raised to B into RT raised to A plus B, RT raised to A plus B. അടുത്ത ലൈനിൽ എഴുതുക concentration of C raised C into concentration of D raised to D by concentration of A raised to A into concentration of B raised to B എഴുതിയില്ലേ ഈക്വൽ ടു കെ സി, ഈക്വൽ ടു കെ സി. അടുത്ത ലൈനിൽ എഴുതുക കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അത് കിട്ടിയ മനസ്സിലായല്ലോ, മുകളിൽ സി പ്ലസ് ഡി ഉണ്ട്, താഴെ എ പ്ലസ് ബി ഉണ്ട്, രണ്ടിലും ആർ ടി ആണ്. അപ്പോൾ എന്താണ് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഒന്നുകൂടെ പറയാം, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഇനി അടുത്ത ലൈനിൽ എഴുതുക സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ഡെൽറ്റ എൻ, സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു ഡെൽറ്റ എൻ. ആ ഡെൽറ്റ എൻ എന്താണ് താഴെ എഴുതിക്കോ, ഡെൽറ്റ എൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് ഡെൽറ്റ എൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ്, number of moles of gaseous products minus number of moles of gaseous reactants. അപ്പോൾ therefore ഫൈനൽ ഇക്വേഷൻ പറ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ.